ഈ വീഡിയോയിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് പ്രിപ്പയർ ചെയ്യുന്ന റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. So the financial statement of life insurance company business consists of, first of all, they need to prepare revenue account, and here we need to follow Form A. RA means revenue account എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോമാണ് RA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഫോമാറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് 3.88 പിന്നീട് we need to prepare profit and loss account, and this is as per Form A. ഷോർട്ട് ഫോമാണ് PL എന്ന് പറയുന്നത്. Then balance sheet, this is also as per Form A. BS മീൻസ് ബാലൻസ് ഷീറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഫോമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. അതുകൊണ്ടാണ് ആ ഫോമാറ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺലി അബൌട്ട് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് റവന്യൂ അക്കൗണ്ട്. ആദ്യം അവർ റവന്യൂ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫോർ ദി പീരീഡ്. അതായത് ആ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇൻഷുറൻസ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകവും എക്സ്പെൻസുമാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താറുള്ളത്. ദെൻ വി വിൽ ഫൈൻഡ് സർപ്ലസ്. പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് യൂഷ്വൽ പ്രിപ്പയർ ചെയ്യണം. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരിക്കലും ലെങ്തി ഒന്നും അല്ല. കാരണം അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻകവും എക്സ്പെൻസുകളും നമ്മൾ ഏത് അക്കൗണ്ടിൽ എഴുതി കഴിയും, റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് റിമൈൻ ചെയ്യുന്ന ഈ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇൻഷുറൻസ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഇൻകോ എക്സ്പെൻസോ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകാറുള്ളത്. ഓക്കെ, ദെൻ വി വിൽ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ദാറ്റ് ഇൻഷുറൻസ് ഫണ്ട്. ദെൻ സർപ്ലസ് എങ്ങനെയാണ് കണ്ടെത്തുക? ഇൻകം മൈനസ് എക്സ്പെൻസ്. പിന്നീട് സർപ്ലസ് കിട്ടും. സർപ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റിനെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കാൻ പറ്റും. പിന്നീട് സർപ്ലസിൽ എന്തുണ്ടാവും? അപ്രോപ്രിയേഷൻസ് ഉണ്ടാവും. അപ്രോപ്രിയേഷൻ പറഞ്ഞാൽ സർപ്ലസിൽ നിന്ന് എടുത്ത് നമ്മൾ എവിടോട്ടെങ്കിലുമൊക്കെ മാറ്റും, റിസർവുകളിലോട്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റവന്യൂ അക്കൗണ്ട് ഫിനിഷ് ചെയ്യും. നോക്കാം, ഫോമാറ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. റവന്യൂ അക്കൗണ്ട് നമ്മൾ സാധാരണ പണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫോം ഡി പ്രകാരമായിരുന്നു. അതായത് ഇൻഷുറൻസ് ആക്ട് 1938 അതിനകത്ത് ഷെഡ്യൂൾ ഫസ്റ്റിൽ ഒരു ഫോമാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫോളോ ചെയ്തിട്ടായിരുന്നു നമ്മൾ റവന്യൂ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ 2002 IRDAയുടെ ആക്ട് വന്നു. അതിനുശേഷം IRDA ആക്ട് 2002 പറയുന്ന രീതിയിലാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോമാറ്റ്, റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ജസ്റ്റ് ഇത് ഓർക്കുക, ആദ്യം നമ്മൾ ഇൻകങ്ങളെ അറേഞ്ച് ചെയ്യും, പിന്നീട് എക്സ്പെൻസ്. അപ്പം ഇൻകം ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ, നിങ്ങളിവിടെ ഇൻകം എന്ന് എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെഡിൽ ഇട്ടിരിക്കുന്നത് ഇൻകോ എക്സ്പെൻസും. ഇൻകം എന്ന് എഴുതണമെന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിലോട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഇൻകം അറേഞ്ച് ചെയ്യുക. പിന്നീട് ഒരു കാര്യം ഓർക്കണം, റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4 ഷെഡ്യൂളുകൾ വേണം വർക്കിംഗ് കാണിക്കാൻ വേണ്ടി. ഒരെണ്ണം ഇൻകമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഷെഡ്യൂളും ബാക്കി 3 ഷെഡ്യൂളുകളും എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഷെഡ്യൂൾസാണ്. ഓക്കെ, ഇൻകമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരേ ഒരു ഷെഡ്യൂളേ ഉള്ളൂ, ദാറ്റ് ഈസ് പ്രീമിയം. പ്രീമിയം എന്താണെന്നറിയാമല്ലോ, പോളിസി ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി കളക്ട് ചെയ്യുന്ന ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഹാഫ് ഇയർലിയോ ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഇൻഷുറൻസ് കമ്പനി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം. അതിന് നമ്മൾ ഷെഡ്യൂളിലാണ് വർക്കിംഗ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ദാറ്റ് ഇസ് ഷെഡ്യൂൾ നമ്പർ 1. അപ്പോൾ ഇൻകത്തിന് ആകെപ്പാടെ ഒരു ഷെഡ്യൂളേ ഉള്ളൂ, ദാറ്റ് ഇസ് ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 നമ്മൾ എന്ത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്? പ്രീമിയത്തിന് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്ങോ റിസീവ്ഡ് ഇൻ അഡ്വാൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ഫിഗർ. ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് പ്രീമിയം ഫിഗറിൽ അറൈവ് ചെയ്യുന്നത്. ആ സെയിം പ്രൊസീജിയർ തന്നെ ഷെഡ്യൂൾ 1 ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇൻകം ഏതൊക്കെയാണ് വരുന്നത്? ഇൻകം നമ്മൾ 3 പാർട്ടായിട്ട് അങ്ങ് തിരിക്കണം. മനസ്സിലോട്ട് ഈ 3 പാർട്ട് ഓർമ്മ വരണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് പ്രീമിയം ഏൺഡ്. പ്രീമിയമായിട്ട് റിലേറ്റ് ചെയ്ത്, പ്രീമിയമാണ് മെയിൻ ഇൻകം എന്ന് പറഞ്ഞില്ല. അപ്പോൾ പ്രീമിയമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻകംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രീമിയമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്രീമിയം. അതായത് പ്രീമിയം റിസീവ്ഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഷെഡ്യൂൾ 1 വർക്കിംഗ് ചെയ്ത് നെറ്റ് ഫിഗറിൽ അറൈവ് ചെയ്യേണ്ടത്. പ്രീമിയം, ഇതിനകത്ത് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ, പിന്നീട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്, ദെൻ ആഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്, ദെൻ മൈനസ്
minus outstanding at the beginning, then minus received in advance at the end. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പ്രീമിയം അക്കൗണ്ടിൽ. ഓക്കെ, ദെൻ കംസ് അടുത്തത് എഴുതേണ്ട പ്രീമിയം. ഈ എമൗണ്ട് മാത്രമാണ് ഷെഡ്യൂൾ 1 കാണിക്കേണ്ടത്, വേറെ ഒന്നും കാണിക്കില്ല. പിന്നീട് എന്ത് വരും? റീഇൻഷുറൻസ് പ്രീമിയം സീഡഡും ഉണ്ട്, റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡും ഉണ്ട്. അതായത് നമ്മൾക്ക് ലഭിച്ചൊരു പ്രീമിയം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചൊരു ബിസിനസ് മറ്റൊരു കമ്പനിക്ക്, മറ്റൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറാൻ നേരം നമ്മൾക്ക് കിട്ടിയ പ്രീമിയം, നമുക്കല്ല പ്രീമിയം വരുന്നത്, അത് മറ്റൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് മാറ്റിക്കളയണം. സോ റീഇൻഷുറൻസ് പ്രീമിയം സീഡഡ് ഷുഡ് ബി ഡിഡക്റ്റഡ്. കാരണം നമുക്കായിരിക്കും ഒറിജിനലി അത് റിസീവ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഈ ബിസിനസ് ഓൾറെഡി മറ്റൊരു കൂട്ടർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടലി റിസീവ് ചെയ്ത പ്രീമിയത്തിൽ നിന്നും അതിനെ അങ്ങ് മാറ്റുക. അതുകൊണ്ടാണ് റീഇൻഷുറൻസ് പ്രീമിയം സീഡഡ് മൈനസ് ചെയ്യേണ്ടത്. മറന്നുപോലെ മൈനസാണ് ചെയ്യേണ്ടത്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദി ഇൻകം ഓഫ് അവർ ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ടാണ് അത് ഷെഡ്യൂളിലൊന്നും എഴുതി വെക്കൽ, ഷെഡ്യൂൾ 1 എഴുതൽ ഡയറക്റ്റ്ലി നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ്. ഇതേപോലെ മറ്റ് ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ബിസിനസ് നമുക്ക് തരുന്നു, അതായത് അവരുടെ പോളിസി ഹോൾഡേഴ്സിന് നമുക്ക് തരുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രീമിയം ലഭിക്കില്ലയോ? അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മുടെ ഇൻകം കൂടുവാണ്. സോ റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ്, ദാറ്റ് ഫിഗർ ഷുഡ് ബി ആഡഡ്. അപ്പോൾ ഇത്രയാണ് ഇൻകം എന്ന് പറയുന്ന അണ്ടറിൽ വരുന്ന പ്രീമിയത്തിനകത്ത്. സോ ഫസ്റ്റ് ഇൻകം ഇസ് പ്രീമിയം ഏൺഡ്. അതിനെ 3 ക്ലാസിഫൈ ചെയ്യുക. 1 ഇസ് പ്രീമിയം, ഇറ്റ്സ് വർക്കിംഗ് ഷുഡ് ബി ഡൺ ഇൻ ഷെഡ്യൂൾ 1. പിന്നീട് എന്തൊക്കെ വരും? റീഇൻഷുറൻസ് പ്രീമിയം സീഡഡും റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻകം. പിന്നീട് അടുത്ത് വരുന്ന ഇൻകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഇൻഷുറൻസ് കമ്പനി സാധാരണ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഈ പോളിസി ഹോൾഡേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രീമിയം ഒന്ന് ലോക്കറിൽ വെറുതെ പൂട്ടി വെച്ചിരിക്കുമല്ലോ. ഇത് പലയിടത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ലഭിക്കും? ഇൻകം ലഭിക്കും. അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ ലഭിക്കും. അതാണ് നമ്മൾ ഇവിടെ എഴുതാറുള്ളത്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്. പിന്നീട് നമ്മൾക്ക് ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെൻറ്റ്, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മുടെ ഇൻകം അത്രയും കണ്ട് കുറയും. സോ യു ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നീട് ഇത് കൂടാതെ മറ്റേതെങ്കിലും ഇൻകം ഉണ്ടെന്ന് നമ്മുടെ ഇൻഷുറൻസ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും ഇൻകം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അതർ ഇൻകത്തിൻ്റെ അണ്ടറിൽ പോകണം. 1 is consideration for annuities granted, then registration fee, renewal fee. ഇതൊക്കെയാണ് അതർ ഇൻകമായിട്ട് വരാറുള്ളത്. അപ്പോൾ ഇൻകം കഴിഞ്ഞു. അപ്പോൾ ഇൻകം പാർട്ടാണ് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് റവന്യൂ അക്കൗണ്ടിൽ. ഇൻകം മനസ്സിൽ ഓർത്താൽ മതി, ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇൻകം എങ്ങനെയാണ്? 3 ഹെഡിങ്ങിലാണ് വരുന്നത്. 1 is premium earned, then comes income from investment, then comes other income. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഓഫ് എ കിട്ടുന്നത്. എല്ലാ ഇൻകംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഓഫ് എ. ഇൻകം പാർട്ടിന് ആകെപ്പാടെ ഒരു ഷെഡ്യൂളേ ഉള്ളൂ. ഏത് മാത്രം? പ്രീമിയം, അതായത് ആദ്യം എഴുതുന്ന പ്രീമിയം. അതിനകത്ത് നമ്മൾ റീഇൻഷുറൻസ് പ്രീമിയം സീരീഡ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് പ്രത്യേകമായിട്ട് ഡയറക്റ്റ്ലി റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുകയോ ചെയ്യാളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ടത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇൻകത്തിൻ്റെ അണ്ടറിൽ വരണമെന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ തന്നിട്ടുണ്ടോ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുക. സോ ഇൻകം പാർട്ട് കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ ഓഫ് എ കിട്ടി. ഓക്കെ, ടോട്ടൽ ഓഫ് ഇൻകം. ഇനി ഇൻകം ഒന്നും തന്നെ ഇല്ല റവന്യൂ അക്കൗണ്ടിൽ എഴുതാനായിട്ട്. ഇനി നമ്മൾ എങ്ങോട്ട് പോവുക? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്ത് പോവുക. എക്സ്പെൻസ് നമ്മൾ പാർട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെൻസ് 2 തവണ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബി പാർട്ടിലും എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സി പാർട്ടിലും എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബി പാർട്ടിൽ ഇപ്പം ഇങ്ങനെ ഈ എക്സ്പെൻസ് എന്നിങ്ങനെ എഴുതണമെന്നില്ല, മനസ്സിൽ ഓർത്താൽ മതി. എക്സ്പെൻസ് പ്രധാനമായിട്ട് വരുന്ന എക്സ്പെൻസാണ്. ഫസ്റ്റ് 1 is കമ്മീഷൻ. ആദ്യം ഏതാണ് എഴുതേണ്ടത്? ബി പാർട്ടിൽ വരുന്ന ഏറ്റവും ആദ്യത്തേത്. ബി പാർട്ട് തൊട്ട് എക്സ്പെൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് എക്സ്പെൻസസ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറയുന്നത് ഈ പോളിസി ഹോൾഡേഴ്സ് പ്രീമിയം തരുമല്ലോ, ആ പ്രീമിയത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇവർ ഫസ്റ്റ് പ്രീമിയം എടുക്കുമ്പോഴും പിന്നീട് അല്ലെങ്കിൽ ഇവർ ഓരോ വർഷം കൂടുമ്പോൾ ഈ പോളിസി റിന്യൂ ചെയ്യില്ല, അപ്പോഴും പിന്നീട് സിംഗിൾ പ്രീമിയം, ചിലപ്പോൾ ഒറ്റത്തവണ പ്രീമിയം ആയിരിക്കും. ഏത് പ്രീമിയം ആണെന്നുണ്ടെങ്കിലും കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ ആർക്കാണ് സാധാരണ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ ഏജൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് പോളിസി ഏജൻസ്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അപ്രോച്ച് ചെയ്യത്തില്ല ഒരു പോളിസി എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ബെനിഫിറ്റ് എന്താണ്? നമ്മളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടും. അപ്പോൾ അതാണ് കമ്മീഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ്. ഇൻഷുറൻസ് കമ്പനിക്ക് അതൊരു എക്സ്പെൻസാണ്. ആർക്ക് കൊടുക്കേണ്ടതാണ്?
ഒരു ഏജൻറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ബിസിനസ് പിടിച്ചു തന്നാൽ അതിനൊരു കമ്മീഷൻ ഇൻഷുറൻസ് കമ്പനി ആർക്ക് കൊടുക്കണം? ഈ ഏജൻറ്റിന് കൊടുക്കണം. അതുകൊണ്ട് കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കൊരു എക്സ്പെൻസാണ്. സോ കമ്മീഷൻ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു റവന്യൂ അക്കൗണ്ടിന് ടോട്ടൽ 4 ഷെഡ്യൂളാണ് വേണ്ടത്. അതിൽ ഒരു ഷെഡ്യൂൾ ഇൻകത്തിന് റിലേറ്റ് ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ, ദാറ്റ് ഇസ് പ്രീമിയം. വേറെ ഒന്നും തന്നെയില്ല. പിന്നീട് ബാക്കി വരുന്ന 3 ഷെഡ്യൂളുകളുണ്ടല്ലോ, 3 ഷെഡ്യൂളിൽ ഓരോന്നും എക്സ്പെൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾ 2 എന്തിനു വേണ്ടിയുള്ളത്? കമ്മീഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. കമ്മീഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഔട്ട്സ്റ്റാൻഡിങ്ങും റിസീവ്ഡിനും അഡ്വാൻസും ഒക്കെ വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഷെഡ്യൂൾ 2 കമ്മീഷൻ്റെ ഷെഡ്യൂളാണ്. പിന്നീട് വരുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. അതായത് നമ്മൾ ബാങ്കിങ് കമ്പനീസിലും എല്ലാം പഠിച്ചിട്ടുള്ളതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് സെയിം ഐറ്റംസ് തന്നെ. അതായത് എംപ്ലോയീസിൻ്റെ എക്സ്പെൻസ്, സാലറി, വേജസ്, റെൻറ്റ്, പിന്നീട് അഡ്വർടൈസ്മെൻറ്റ്, ഡിപ്രിസിയേഷൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് വരുന്നത്. അത് ഷെഡ്യൂൾ 3 വർക്കിംഗ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 3 ഷെഡ്യൂളുകൾ കഴിഞ്ഞ് പിന്നീട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് പ്രൊവിഷൻ അതർ ദാൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അല്ലാതെ മറ്റേതെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 3ാമത് എഴുതണം. അതിനുശേഷം ഇൻകം ടാക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ബി പാർട്ട്. മൊത്തത്തിൽ എക്സ്പെൻസ് ആണ്. ഏതൊക്കെയാണ് ഓർഡറിൽ പോകേണ്ടത്? ആദ്യം കമ്മീഷന് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. കമ്മീഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഏതാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതിനും ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. പിന്നീട് പ്രൊവിഷൻ അതർ ദാൻ ഇൻകം ടാക്സ് അല്ലാതെ മറ്റേതെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക 3ാമത്. പിന്നീട് ലാസ്റ്റ് ഐറ്റം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. അങ്ങനെ ടോട്ടൽ ഓഫ് ബി കിട്ടും. ഒരു പാർട്ട് ഓഫ് എക്സ്പെൻസേ ആയുള്ളൂ, ഇനിയും എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ എക്സ്പെൻസ് തുടങ്ങുവാണ് സി പാർട്ടിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിൻ്റെ നിന്ന് പ്രീമിയം കളക്ട് ചെയ്യും അല്ലേ. ഈ പ്രീമിയം ഈ പോളിസി മെച്യൂർ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ആ ബെനിഫിറ്റ് കൊടുക്കണ്ടയോ? പോളിസിയുടെ ലംസം എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബെനിഫിറ്റ്സ് പെയ്ഡ്. അപ്പോൾ ബെനിഫിറ്റ്സ് പല രീതിയിലുണ്ട്. ആന്വിറ്റിയും പിന്നീട് ക്ലെയിംസ് എന്നൊക്കെ പറയും. അപ്പോൾ അതെല്ലാം നമ്മൾ ഷെഡ്യൂൾ 4 കുറേ ഐറ്റംസ് വരും ബെനിഫിറ്റ്സ് പെയ്ഡിൽ. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന്. അപ്പോൾ ഷെഡ്യൂൾ 4 നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഐറ്റമാണ്. കുറേ ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് ഈ പോളിസി മെച്യൂർ ചെയ്യുന്ന സമയത്ത് കൊടുക്കും. അതിനെയാണ് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് ബോണസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ പോളിസി ഹോൾഡേഴ്സിന് കൊടുത്താൽ അതിനെ എന്തെന്ന് പറയും? ബോണസ് എന്ന് പറയും. ഓക്കെ, ഈ ബോണസ് പല രീതിയിലുണ്ട്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. എന്താണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്? അതായത് പോളിസി ഹോൾഡേഴ്സ് പ്രീമിയം കൊടുക്കണം. ഈ പ്രീമിയം കൊടുക്കേണ്ട ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ട പോളിസി ഹോൾഡേഴ്സിന് ബോണസ് അവൈൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് കമ്പനി ഇവർക്ക് തിരിച്ച് ബോണസ് കൊടുക്കുമെങ്കിൽ ആ ബോണസ് ക്യാഷായിട്ട് കൊടുക്കാതെ നിങ്ങൾ പ്രീമിയം അത്രയും കണ്ട് കുറച്ച് തന്നാൽ മതി എന്നും പറഞ്ഞ് ബാക്കി പ്രീമിയമേ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുള്ളൂ. അതിനെയാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ആ വേയിൽ കൊടുക്കും. പിന്നീട് ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കും. കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ ക്യാഷായിട്ട് തന്നെ അപ്പോഴേ കൊടുക്കും. പിന്നീട് റിവർഷണറി ബോണസ് ഒക്കെ ഉണ്ട്. റിവർഷണറി ബോണസ് എന്ന് പറയുന്നത് ഇവർക്ക് ക്യാഷായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇളവ് കൊടുക്കാതെയോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പോളിസി മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഇവർ ഏൺ ചെയ്ത ഇത്രയും ബോണസും കൂടെ ഒരുമിച്ച് പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡിൽ കൊടുക്കുന്നതിനെയാണ് റിവർഷണറി ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണസുകളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. അതിന് പ്രത്യേകിച്ച് ഷെഡ്യൂളൊന്നുമില്ല. നിങ്ങൾ 1 by 1 ആയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. പിന്നീട് ഇൻട്രീം ബോണസ് പെയ്ഡ് ഇൻ ബിറ്റ്വീൻ ദി അക്കൗണ്ടിങ് പീരീഡ്, അതിനെയാണ് ഇൻട്രീം ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ചേരുമ്പോൾ സി പാർട്ടാവും. അപ്പോൾ സി പാർട്ടിൽ മെയിനായിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? ബെനിഫിറ്റ്സ് പെയ്ഡിന് എന്തുണ്ട്? ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ബെനിഫിറ്റ്സ് പെയ്ഡ് കൂടാതെ വരുന്നത് ബോണസാണ്. ബോണസ് പല രീതിയിൽ തരാം. ഇൻട്രീം ബോണസ് കാണാം, ക്യാഷ് ബോണസ്, റിവർഷണറി ബോണസ്, ദെൻ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ഇതെല്ലാം ഉണ്ടാവാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഓഫ് സി കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ഓഫ് എ കിട്ടി, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻകം. പിന്നീട് ടോട്ടൽ ഓഫ് ബി അത് എക്സ്പെൻസ് ആണ്. ടോട്ടൽ ഓഫ് സിയും എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ബിയിലും സിയിലും വരുന്ന എക്സ്പെൻസ് ഏതാണെന്നൊക്കെ ഓർത്ത് വെച്ചേക്കണം നല്ല രീതിയിൽ.
ഇനി അടുത്ത് നമുക്ക് സർപ്ലസ് കണ്ടുപിടിക്കാം. സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻകത്തിൽ നിന്നും ഈ എക്സ്പെൻഡിച്ചർ രണ്ടെണ്ണം, ഈ രണ്ട് ടോട്ടൽ മൈനസ് ചെയ്താൽ പോരെ. സർപ്ലസ് എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് എ. സർപ്ലസ് കണ്ടുപിടിക്കുന്നതാണ്. ടോട്ടൽ ഓഫ് എ നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഓഫ് എയിൽ നിന്നും എന്തിനെയൊക്കെ എക്സ്പെൻസുകളിനെ റിമൂവ് ചെയ്യുക. അതായത് ടോട്ടൽ ഓഫ് ബിയും ടോട്ടൽ ഓഫ് സി. ഒന്നി ടോട്ടൽ ഓഫ് എ മൈനസ് മെത്ത് രണ്ടുകൂടെ ആഡ് ചെയ്ത് ഡിഡക്ട് ചെയ്താലും മതിയാവും. വി വിൽ ഗെറ്റ് സർപ്ലസ്. സർപ്ലസ് കിട്ടിക്കഴിഞ്ഞ് അപ്രോപ്രിയേഷൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഈ സർപ്ലസിൽ നിന്ന് എവിടോട്ടെങ്കിലും എടുത്ത് മാറ്റാൻ പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക. സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. അതർ റിസർവ്സിലോട്ടും ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലോട്ടും ഒക്കെ മാറ്റും. അപ്പോൾ ഇതാണ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോമാറ്റ് തരവായിക്കോളും. ഇനി ആ ഷെഡ്യൂൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 4 ഷെഡ്യൂളല്ലേ? 4 ഷെഡ്യൂളേ ഉള്ളൂ. ബാക്കി ഒന്നിനും ഷെഡ്യൂളൊന്നും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് എഴുതി പോവുക ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം. അപ്പോൾ ഷെഡ്യൂളിൽ വരുന്ന ഐറ്റംസ് ഒന്ന് നോക്കാമേ. ഷെഡ്യൂളിൽ 4 ഫസ്റ്റ് വൺ ഇസ് ഫോർ ഇൻകം. ഏത് ഇൻകത്തിനുള്ളതാണ്? പ്രീമിയം എന്ന് പറയുന്ന ഇൻകത്തിനുള്ളതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. അതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ബാങ്കിങ് കമ്പനിയുടെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തില്ല. സെയിം ഫോമാറ്റ് തന്നെയാണ്. പെർട്ടിക്കുലർ കോളം കറണ്ട് ഇയർ ഫിഗർ, പ്രീവിയസ് ഇയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളം പ്രൊവൈഡ് ചെയ്യാം. ഒന്നും എഴുതാൻ കാണില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയർ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. ഇത് 1 by 1 താഴെയാണ് എഴുതി പോകേണ്ടത്. ഞാൻ ആ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഈ ഓറിട്ട് എഴുതിയിരിക്കുന്നത്. ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്, ദെൻ ബോണസ് ഇൻ, റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഇതെല്ലാം ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്രീമിയം ഇൻകം കൂടുന്ന കാര്യങ്ങളാണ്. പിന്നീട് കുറയ്ക്കേണ്ട ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ, ദെൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ്, ഇറ്റ്സ് ഓൾസോ നോട്ട് റിലേറ്റിംഗ് ടു ദി കറണ്ട് ഇയർ. അങ്ങനെ നമ്മൾ പ്രീമിയം എമൗണ്ട് കിട്ടും. ഈ പ്രീമിയം ഫിഗറാണ് അത് ഇൻകത്തിൻ്റെ ഏറ്റവും ആദ്യം. പ്രീമിയം ഏൺഡിൻ്റെ അടിയിൽ പ്രീമിയം വരുമല്ലോ, ആ പ്രീമിയം ഷെഡ്യൂൾ 1 ഈ ഫിഗറാണ് എഴുതേണ്ടത്. ഷെഡ്യൂൾ 1 ടോട്ടൽ. ഓക്കെ. ഇനി ഇൻകത്തിന് ഒരു ഷെഡ്യൂൾസും ഇല്ല. നമ്മൾ ഡയറക്റ്റ്ലി റവന്യൂ അക്കൗണ്ടിൽ അങ്ങ് പോസ്റ്റ് ചെയ്ത് പോവുക ബാക്കി എല്ലാ ഇൻകത്തിൻ്റെയും ഫിഗേഴ്സ്. ഇനി ഷെഡ്യൂൾ 2ൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആണ്. അതായത് ഈ ഏജൻസിനൊക്കെ കൊടുക്കുന്നതാണ്. അവർ പോളിസി പിടിച്ചു തരുന്നതിന് ഏജൻസിന് കൊടുക്കുന്നതാണ് കമ്മീഷൻ. ഇറ്റ്സ് എൻ എക്സ്പെൻസ് ടു ദി ഇൻഷുറൻസ് കമ്പനി. ഇത് നമ്മൾ ബി പാർട്ട് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം എഴുതുന്ന ഐറ്റമാണ് കമ്മീഷൻ. ബി പാർട്ട് തൊട്ട് എക്സ്പെൻസ് ആണ്. കമ്മീഷൻ പെയ്ഡ് ഈ ഫിഗർ നമ്മുടെ ട്രയൽ ബാലൻസിൽ കാണും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡിലാണ് ആഡ് ചെയ്യേണ്ടത്. ബിഗിനിങ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തോണം. പിന്നീട് ലെസ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡ് ആണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് റിലേറ്റിംഗ് ടു ദിസ് ഇയർ. പിന്നീട് ആഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്. കമ്മീഷൻ നമ്മൾ മറ്റൊരാളുടെ അക്സെപ്റ്റ് ചെയ്താൽ പിന്നീട് ആ പോളിസിയുടെ കമ്മീഷൻ കൊടുക്കാൻ ഉള്ള ബാധ്യത നമ്മൾക്കാണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കാണ്. കാരണം നമ്മൾക്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് കിട്ടിയ ബിസിനസ് നമുക്ക് തന്നാൽ നമുക്ക് കിട്ടിയില്ല ബിസിനസ്, അതിന് കമ്മീഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് അതൊരു എക്സ്പെൻസാണ് ആഡ് ചെയ്യുക. പിന്നീട് നമ്മുടെ കിട്ടിയ ബിസിനസ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല, അപ്പോൾ ആ കമ്മീഷൻ കൊടുക്കാൻ നമുക്ക് ബാധ്യതയില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ലെസ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ആ ബിസിനസ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ബിസിനസ്സിന് കൊടുക്കേണ്ട കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആ എക്സ്പെൻസ് അത്രയും കണ്ട് കുറയും. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ദെൻ വി വിൽ അറൈവ് അറ്റ് നെറ്റ് ഫിഗർ ഓഫ് കമ്മീഷൻ. ആൻഡ് ഈ എമൗണ്ടാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. മൂന്നാമത്തെ ഷെഡ്യൂൾ ഏതായിരുന്നു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതായത് ബി പാർട്ടിൽ രണ്ടാമതായിട്ട് എഴുതുന്നത്. ബി പാർട്ടിൽ ആദ്യം എഴുതുന്നത് കമ്മീഷൻ, പിന്നീട് എഴുതുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഷെഡ്യൂൾ 3ലാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് സാധാരണ വരുന്നത്? ബാങ്കിങ് കമ്പനീസിൽ ചെയ്ത പോലെ ഐറ്റം തന്നെയാണ് ഇവിടെയും വരുന്നത്. എംപ്ലോയീസ് റെമ്യൂണറേഷൻ, റെന്റ് ആൻഡ് റേറ്റ്സ്, റിപ്പയർസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസ്, ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ചാർജസ്, മെഡിക്കൽ ഫീസ്, ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് ഫീ, അഡ്വർടൈസ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ്, അതർ എക്സ്പെൻസ് ഇഫ് എനി, പിന്നീട് ഡിപ്രിസിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓർത്തോണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഏതിനെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ചാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്തോണം. ആഡോ ഡിഡക്റ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം ഈ ഓരോ ഐറ്റത്തിൻ്റെ കൂടെയും.
ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ബെനിഫിറ്റ്സ് പെയ്ഡ്. അതും ഒരു എക്സ്പെൻസ് ആണ്. ബെനിഫിറ്റ്സ് എന്താണെന്നറിയാമല്ലോ, അതായത് പോളിസി ഹോൾഡേഴ്സിന് അവരുടെ പോളിസി മെച്യൂർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അത് കമ്പനിക്കൊരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ സാധാരണ വരുന്ന ബെനിഫിറ്റ്സ് പെടുന്ന ഇൻഷുറൻസ് ക്ലെയിം മെച്യൂരിറ്റി ആകുമ്പോൾ ഇത് കൊടുക്കണം. ഇത് എപ്പോഴാണ് മെച്യൂർ ആവുന്ന ഒന്നി ക്ലെയിം ബൈ ഡെത്ത് 1 by 1 ആയിട്ട് താഴെ എഴുതണം. ഞാൻ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓവറിട്ട് നിരത്തി അങ്ങ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ഏതൊക്കെ രീതിയിൽ വരാം? ക്ലെയിം ബൈ ഡെത്ത്, പിന്നീട് ക്ലെയിം ബൈ മെച്യൂരിറ്റി, പിന്നീട് ആനുറ്റി ഓർ പെൻഷൻ പേയ്മെൻറ്റ്സ്, പിന്നീട് വരുന്നത് റീഇൻഷുറൻസ് ക്ലെയിം അക്സെപ്റ്റഡ്. റീഇൻഷുറൻസിൻ്റെ ആണെങ്കിൽ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഒരു കമ്പനിയുടെ അക്സെപ്റ്റ് ചെയ്തതല്ലേ, അപ്പം നമ്മളാണ് ഈ ബെനിഫിറ്റ് കൊടുക്കാൻ, നമുക്കാണ് ബാധ്യത, നമ്മളാണ് ആ പോളിസി ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കേണ്ടത്. അപ്പം അതും ക്ലെയിം ബൈ ഡെത്ത് വഴിയാവാം, ക്ലെയിം ബൈ മെച്യൂരിറ്റി, ആനുറ്റി ഓർ പെൻഷൻ, സറണ്ടേഴ്സ്, ഇതൊക്കെ ആവാം. ഓക്കെ, അപ്പം അതാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് മെച്യൂരിറ്റി പീരീഡിൽ കൊടുക്കേണ്ട ഓരോ ക്ലെയിംസും 1 by 1 ആയിട്ട് എഴുതുക. നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവും, അപ്പം അതനുസരിച്ച് എഴുതി പോവുക. പിന്നീട് ലെസ് റീഇൻഷുറൻസ് ക്ലെയിം സീഡഡ്, അതായത് സീഡഡിൻ്റെത് ബെനിഫിറ്റ് നമ്മളല്ല കൊടുക്കേണ്ടത്, നമ്മൾ ആർക്കാണോ ആ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് ആ കമ്പനി കൊടുത്തോളും. അതുകൊണ്ട് അത് നമ്മുടെ എക്സ്പെൻസ് അല്ല. സോ വി നീഡ് ടു ഡിഡക്ട് ദാറ്റ്. അപ്പോൾ റീഇൻഷുറൻസ് ക്ലെയിം സീഡഡിൻ്റെ ക്ലെയിംസ് എങ്ങനെയാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമ്മൾ മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസ് അത് നമ്മൾ ആർക്കാണോ ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് ആ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. സോ വി നീഡ് ടു ഡിഡക്റ്റ് ഇറ്റ്. അപ്പോൾ അത് ഓർത്തോണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു വെക്കണം. ഇപ്പോൾ ഫോം എ പ്രകാരമുള്ള റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആദ്യം ഇൻകത്തിനെ അറേഞ്ച് ചെയ്യുക. ഇൻകം 3 ഹെഡായിട്ടാണ് വരുന്നത്. 1 is പ്രീമിയം ഏൺഡ്. പ്രീമിയം ഏൺഡിൻ്റെ അണ്ടറിൽ വരുന്നത് പ്രീമിയം, പിന്നീട് റീഇൻഷുറൻസ് പ്രീമിയം സീഡഡ്, റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ്. അതിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഷെഡ്യൂൾ ഉള്ളത്. പ്രീമിയത്തിന് മാത്രമേ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. വർക്കിങ്സ് എല്ലാം അവിടെ അഡ്ജസ്റ്റ് ചെയ്തോണം. പിന്നീട് വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻഷുറൻസ് കമ്പനി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാം, ഡിവിഡൻഡ് റിസീവ് ചെയ്യാം, പിന്നെ റെൻറ്റ് എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നീട് അതർ ഇൻകത്തിനകത്ത് വരുന്നത് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ്, പിന്നീട് റിന്യൂവൽ ഫീ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഫീ വഴി കിട്ടുന്ന പൈസ, ഇതെല്ലാം അതർ ഇൻകത്തിൽ വരും. അതായത് ഇൻഷുറൻസ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻകോ എക്സ്പെൻസുമാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഇൻകോ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ മേജറായിട്ടുള്ള ഇൻകോ എക്സ്പെൻസും എല്ലാം എവിടെ വന്ന് കഴിയുമെന്ന് റവന്യൂ അക്കൗണ്ടിൽ. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ വളരെ കുറച്ച് ഐറ്റംസേ നമുക്കവിടെ റെക്കോർഡ് ചെയ്യാൻ കാണുകയുള്ളൂ. ഓക്കെ, പിന്നീട് ഇൻകം പാർട്ട് കഴിഞ്ഞു. ടോട്ടൽ ഓഫ് എ എന്ന് പറയുന്നതാണ് ഇൻകം. പിന്നീട് എന്ത് ചെയ്യുക? എക്സ്പെൻസ് ഇനിയുള്ളത് അങ്ങോട്ട് എക്സ്പെൻസ് ആണ്. 2 പാർട്ടായിട്ടാണ് എഴുതുന്നത്. പാർട്ട് ബിയിലും എക്സ്പെൻസ് ഉണ്ട്, പാർട്ട് സിയിലും എക്സ്പെൻസ് ഉണ്ട്. പാർട്ട് ബിയിൽ വരുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? പാർട്ട് ബിയിൽ വരുന്ന എക്സ്പെൻസ് ആണ് കമ്മീഷൻ, അതിന് ഷെഡ്യൂളുണ്ട്, ഷെഡ്യൂൾ 2. പിന്നീട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതിനും ഷെഡ്യൂളുണ്ട്, ഷെഡ്യൂൾ 3. പിന്നീട് വരുന്നത് പ്രൊവിഷൻ അതർ ദാൻ ഇൻകം ടാക്സ്, പിന്നീട് ഇൻകം ടാക്സ് പ്രൊവിഷൻ. അത്രയാകുമ്പം ടോട്ടൽ ഓഫ് ബി കിട്ടും. പിന്നീട് ടോട്ടൽ ഓഫ് നെക്സ്റ്റ് കം സിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഐറ്റം ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്, അതിന് ഷെഡ്യൂളുണ്ട്, ദാറ്റ് ഇസ് ഷെഡ്യൂൾ 4. ഇതെന്ന് പറയുന്നത് ക്ലെയിം കൊടുക്കുന്നതാണ്. ക്ലെയിം ബൈ ഡെത്ത് ക്ലെയിംസ് ആണ് അവിടെ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റിനെ ക്ലെയിം എന്നാണ് പറയുന്നത്. ഡെത്ത് സംഭവിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ മെച്യൂരിറ്റിയിലാവാം, അല്ലെങ്കിൽ സറണ്ടർ ആവാം. അവർ പോളിസി മെച്യൂർ ചെയ്യുന്നതിന് മുന്നേ ചിലർ കൊണ്ട് സറണ്ടർ ചെയ്യും, അപ്പോഴാവാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ക്ലെയിം കൊടുക്കുന്നതാണ് ബെനിഫിറ്റ്സ് പെയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഒരെണ്ണം നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. റീഇൻഷുറൻസ് ക്ലെയിം സീഡഡ് എന്ന്, കാരണം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അതിനെ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റമാണ് സി പാർട്ടിൽ വരുന്ന ഒരു മെയിൻ ഐറ്റമാണ് ബോണസ്. പല രീതിയിൽ ബോണസ് കൊടുക്കാം. റിവെർഷറി ബോണസ്, ക്യാഷ് ബോണസ്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ദെൻ ഇൻട്രീം ബോണസ്, അതൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക. അതിന് ഷെഡ്യൂളൊന്നുമില്ല, ഡയറക്റ്റ്ലി അങ്ങ് എഴുതി പോയാൽ മതിയാവും. ഇനി ടോട്ടൽ ഓഫ് സിയും കിട്ടും. പിന്നീട് സർപ്ലസ് കണ്ടെത്തുക. സർപ്ലസ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ്. അതായത് ടോട്ടൽ ഓഫ് എയിൽ നിന്നും എന്തിനെ ഡിഡക്റ്റ് ചെയ്ത് മാറ്റുക? എക്സ്പെൻസുകളായ ടോട്ടൽ ഓഫ് ബിയും ടോട്ടൽ ഓഫ് സിയും. ദെൻ യു വിൽ ഗെറ്റ് സർപ്ലസ് കിട്ടിക്കഴിഞ്ഞ് അതിൽ നിന്ന് അപ്രോപ്രിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.